ബി.ജെ.പി ക്യാമ്പിന് ആവേശം പകർന്ന് പ്രചാരണത്തിന്റെ അവസാന ദിനം നടൻ സുരേഷ് ഗോപി നടത്തിയ റോഡ് ഷോ ശ്രദ്ധേയമായി. പ്രചാരണ വേദികളിലെല്ലാം വൻ ജനക്കൂട്ടമാണ് സുരേഷ് ഗോപിയെ കാത്തിരുന്നത്. ബി.ജെ.പിയുടെ കൊട്ടിക്കലാശത്തിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് ശ്രദ്ധേയമായത്. ആര്യനാട് നിന്നും റോഡ് ഷോ ആരംഭിച്ച സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനൊപ്പം 8 പഞ്ചായത്തിലും പര്യടനം നടത്തി. മുതിർന്ന ബി.ജെ.പി നേതാക്കളും ഘടകകക്ഷി നേതാക്കളും രാജഗോപാലിന്റെ റോഡ് ഷോയിൽ പങ്കെടുത്തു. രാജഗോപാൽ ജയിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് സുരേഷ് ഗോപി റിപ്പോർട്ടറോട് പറഞ്ഞു. കഴിഞ്ഞ ഭരണത്തിൽ 6 7 മന്ത്രിമാർ ഇവിടെ നിന്നുണ്ടായിരുന്നു. ആ മന്ത്രിമാരും എല്ലാം ഇപ്പൊ പോയി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരെ കൊണ്ട് സാധിക്കാത്തത് ബി.ജെ.പിയെ കൊണ്ട് സാധിപ്പിക്കാനും അവർക്ക് അതിന്റെ ക്രെഡിറ്റ്. ഇവിടെ കണ്ടില്ലേ, വിഴിഞ്ഞം വന്നിട്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഇളിച്ചു പിടിച്ച്. അതൊന്നും ശരിയല്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭരണ വിപ്ലവം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഭരണ വിപ്ലവം സംഭവിച്ചുകൂടാ, അതുവഴി ജനങ്ങൾക്കൊരു രുചി കൊടുത്തുകൂടാ എന്ന് പറയുന്ന നിർബന്ധമേ അതിനെതിരെ പുലമ്പുന്ന വർഗങ്ങൾക്കുള്ളൂ. വഴിനീള സ്ത്രീകളടക്കമുള്ളവർ സുരേഷ് ഗോപിയെ കാത്തു നിന്നിരുന്നു. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. ഒരു ദിവസം മാത്രം പ്രചരണത്തിന് നൽകിയ സുരേഷ് ഗോപി ജനങ്ങളുടെ ആവേശം കണ്ടതോടെയാണ് തുടർന്നുള്ള 2 ദിവസം കൂടി പ്രചരണത്തിനെത്തിയത്. ഇത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ക്യാമ്പിന് വലിയ ആവേശമാകുകയും ചെയ്തു. അരുവിക്കരെ ഇളക്കിമറിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രചരണം ഗുണം ചെയ്താൽ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ ചരിത്രം എഴുതുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ക്യാമറമാൻ അഭിലാഷിനൊപ്പം ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, അരുവിക്കര.